വചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 34 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇതിനോട് ചേർത്ത് ശുദ്ധമുള്ള മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 33, 34, 35 വാക്യങ്ങളും വിശുദ്ധ ലൂക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 23, 24 വചനങ്ങളും വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 24 മുതലുള്ള വചനങ്ങളും ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ ഈ കർത്തൃദിനത്തിന്റെ ചിന്തകൾ ഏറെ അർത്ഥപൂർണമായി തീരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ രക്ഷാകരമായ വചനം സ്വീകരിച്ചവരും ദൈവവചനം സ്വീകരിക്കാത്തവരും തമ്മിലുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ 4 ഭിത്തികളുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും ഉണ്ടാകാം. അവർ തമ്മിലുള്ള ആന്തരികമായ സംഘർഷമാണ് ഇന്നത്തെ ചിന്തയിൽ മുഴച്ചു നിൽക്കുന്നത്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് വന്നതെന്ന് നിങ്ങൾ നിരൂപിക്കണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ ഞാൻ സമാധാനത്തെയല്ല വാളിനെ അത്രേ വരുത്തുവാൻ വന്നത്. ആത്മസംഘർഷങ്ങളുടെ, ആത്മീയ സംഘർഷങ്ങളുടെ, വിശ്വാസ ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ ആകെ തുകയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് ചേർത്ത് വെച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വെക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഒരു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും ഒരുക്കി തന്നിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്ത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഭൗമികമായ സന്തോഷങ്ങളുടെ ഭൗതികത നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വസ്തതയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാം. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. എന്നാൽ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു, ജീവിതത്തിൽ ഒരിക്കലും ഭൗതികതയും കർത്താവിനോടുള്ള വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. കർത്താവിനോടുള്ള വിശ്വസ്തതയുടെ ഇടയിൽ ഒരിക്കലും ഭൗതിക ചിന്തകളും വിചാരങ്ങളും വിള്ളലുകളും വിടവുകളും തീർക്കരുതെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു നമുക്കായി നീട്ടിത്തരുന്നത് ക്രൂശാണ്. എന്താണ് ക്രൂശ് എന്ന് ചോദിച്ചാൽ, സ്നേഹവാനായ പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കഷ്ടത നിറഞ്ഞ ഭൂമിയിലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൃപ അനുസ്യൂതം പ്രവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദ്യമായ അനുഭവമാണ് ക്രൂശ് നമുക്ക് വെളിപ്പെടുത്തി തരിക. അത് സ്നേഹത്തിന്റെ, അതൊരു വിശ്വാസത്തിന്റെ, ഒരു ഏറ്റെടുക്കലിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിൽ അവശേഷിപ്പിക്കുന്നത്. ക്രൂശ് നമ്മുടെ മുന്നിൽ കർത്താവായ യേശുക്രിസ്തു നീട്ടിത്തരുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ സ്വാർത്ഥതയെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമോ? കർത്താവിന്റെ ക്രൂശിന്റെ മുമ്പിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ നമുക്ക് തൃണവൽക്കരിക്കാൻ സാധിക്കുമോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു സാഹസത്തിന് കർത്താവായ യേശുക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുകയാണ്.
നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ആഴവും പരപ്പും വിസ്തൃതിയും എത്രത്തോളമാണെന്ന് ഒരു ആത്മപരിശോധനയ്ക്കുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങി വരികയാണ്. ഭൗതികതയാണോ നമ്മെ നയിക്കുന്നത്, അതോ കർത്താവിനോടുള്ള വിശ്വസ്തതയാണോ? കർത്താവിന്റെ ക്രൂശിനോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമാണ്? ലോകപ്രസിദ്ധനായ ചിത്രകാരൻ ലയനാർഡോ ഡാവിഞ്ചി തന്റെ ഏറ്റവും മനോഹരമായ ലാസ്റ്റ് സപ്പറിന്റെ അന്ത്യത്താഴത്തിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3.5 വർഷക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം, കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ ഏറ്റവും സുന്ദരമായൊരു ചിത്രം അദ്ദേഹം തയ്യാറാക്കി. അദ്ദേഹം തന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, നോക്കൂ, ഈ ചിത്രം എങ്ങനെയുണ്ട്? ഇതിൽ ഞാൻ പരമാവധി ഏറ്റവും മനോഹരമായി എല്ലാവരെയും ചിത്രീകരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു, വളരെ മനോഹരമായ ചിത്രമാണ്, സുന്ദരമായിരിക്കുന്നു. കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഏറ്റവും മനോഹരമായിരിക്കുന്നു. എന്നാൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന വീഞ്ഞ് നുരയുന്ന ആ പാനപാത്രം, അത് എത്രത്തോളം മനോഹരമായിരിക്കുന്നു. ഒട്ടും താമസിയാതെ ഡാവിഞ്ചി തൻ്റെ നിറക്കൂട്ടുകളിൽ ബ്രഷ് ചാലിച്ച് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ആ വീഞ്ഞ് നുരയുന്ന വീഞ്ഞ് ചഷകം മായ്ച്ചു കളഞ്ഞു. ഉടനെ ആ സുഹൃത്ത് പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് നീ ചെയ്തത്? ഈ ചിത്രത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച കർത്താവിന്റെ കയ്യിലിരുന്ന വീഞ്ഞ് ചഷകമായിരുന്നു. അതിൽ വീഞ്ഞ് നുരയുന്നത് എത്ര മനോഹരമായിട്ടാണ് നീ വരച്ചത്. എന്നിട്ട് എന്തുകൊണ്ടത് മായ്ച്ചു കളഞ്ഞു എന്ന് ചോദിച്ചു. ഉടനെ ഡാവിഞ്ചി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നോക്കൂ, എന്റെ ചിത്രത്തിൽ എന്റെ കർത്താവിനേക്കാൾ മനോഹരമായിട്ടുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. കർത്താവിനേക്കാൾ മനോഹരമായി സുന്ദരമായി മറ്റൊന്നും ഈ ചിത്രത്തിൽ പാടില്ല. ഈ ചിത്രത്തിന്റെ മുഖ്യ ആകർഷണ കേന്ദ്രം കർത്താവ് രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തുവാണെന്ന് ഡാവിഞ്ചി പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പ്രാമുഖ്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിതാനുഭവങ്ങളിലും കർത്താവിന്റെ പ്രസക്തി എന്താണ്? കർത്താവിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കർത്താവിന്റെ വചനം സ്വീകരിച്ചവരും വചനത്തെ നിരാകരിക്കുന്നവരും തമ്മിലുള്ള വലിയ സംഘർഷത്തിൽ വചനത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞവരായിരിക്കാൻ, അനുഗ്രഹത്തിന്റെ തണലിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. എന്നേക്കാൾ അധികമായി മറ്റെന്തിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല എന്ന് കർത്താവ് പറയുമ്പോൾ, ഈ ലോകത്തിൽ കർത്താവിനേക്കാൾ വലുതായി മറ്റൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. റീ അറേഞ്ച് യുവർ പ്രയോറിറ്റീസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങളുടെ മുൻഗണനാക്രമങ്ങളെ ഒന്ന് പുനഃക്രമീകരിക്കുക. ജീവിതത്തിൽ ആർക്കാണോ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്? മാതാപിതാക്കൾക്കാണോ? ജീവിത പങ്കാളിക്കാണോ? കുഞ്ഞുങ്ങൾക്കാണോ? സുഹൃത്തുക്കൾക്കാണോ? അയൽബന്ധങ്ങൾക്കാണോ? കൂടെ ജോലി ചെയ്യുന്നവർക്കാണോ? സഹപാഠികൾക്കാണോ? ജീവിതത്തിൽ നിങ്ങൾ ആർക്കുമായി കൊള്ളട്ടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്, പ്രഥമ സ്ഥാനത്ത് കർത്താവ് തന്നെ ആയിരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. മാതാവോ പിതാവോ മരുമകളോ അമ്മാവിയമ്മയോ ആരുമായിക്കൊള്ളട്ടെ, പ്രധാന സ്ഥാനം കർത്താവിനുള്ളതാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ, കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അനുയായിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ കർത്താവിന് കേന്ദ്രസ്ഥാനം കൊടുക്കുക. ഗീവ് ഗോഡ് ദ സെൻട്രൽ സ്റ്റേജ്. കർത്താവിന് മുഖ്യസ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ
ലാക്കിലേക്ക് നോക്കി ഓടുക എന്ന പൗലോസ്ലീഹ പറയുമ്പോൾ ആ ലാക്ക് എന്ന് പറയുന്നത് കർത്താവ് രക്ഷിതാവാണ്, യേശു ക്രിസ്തുവാണ്. യേശുവിനേക്കാൾ വിസ്തൃതമായ, സുന്ദരമായ, ആകർഷണീയമായ, വശ്യമായ മറ്റൊരു ലക്ഷ്യങ്ങളും നമുക്കുണ്ടാകരുത്. അവനോട് ചേർന്ന് നിന്ന് ജീവിതത്തെ അനുഗ്രഹകരമാക്കി തീർക്കാൻ, ആ തണലിൽ നിന്ന് ജീവിതത്തെ ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Oh